ഹലോ ഗൈസ്, ഇന്ന് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ജയകൃഷ്ണൻ നാട്ടിൽ പോകുന്ന ദിവസമായിരുന്നു. ജോലിയും കഴിഞ്ഞ് വീട്ടിൽ വന്നു കയറിയപ്പോൾ തന്നെ അവനും ചോദിച്ചു അവന് കറക്റ്റായിട്ട് പോകേണ്ട സ്ഥലം അറിയില്ല, ഒന്ന് കൂടെ വരാമോ. ഞാൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. നേരം വൈകണ്ടല്ലോ എന്ന് കരുതി അപ്പോൾ തന്നെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് അവന് കുറച്ച് തുണി ഡ്രൈ ക്ലീനിങ്ങിനും കൊടുക്കണമായിരുന്നു. അതും കൊടുത്ത് നമ്മൾ അങ്ങോട്ട് ഇറങ്ങി. ഇവിടെ എന്തെങ്കിലും നമുക്ക് പോകേണ്ടത് KR പുരം റെയിൽവേ സ്റ്റേഷനടുത്ത്. ഓൾറെഡി ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പോകാൻ വേണ്ടി. രാത്രി ആയതുകൊണ്ട് തന്നെ ബസ് കാത്ത് വൈകണ്ടെന്ന് കരുതി ക്യാബ് ബുക്ക് ചെയ്യാന്ന് പറഞ്ഞായിരുന്നു. ഏകദേശം ബുക്ക് ചെയ്ത് 5 മിനിറ്റ് ആയപ്പോ തന്നെ വണ്ടി വന്നു. പിന്നെ ഉടനെ ഓട്ടോ കയറി കുറച്ചു ദൂരം പോയപ്പോൾ തന്നെ നല്ല മഴ പെയ്യാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ മഴയും കണ്ട് പുറത്തോട്ടുള്ള കാഴ്ചകളും കണ്ടെല്ലാം ആസ്വദിച്ച് അങ്ങനെ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തോട്ട് പോവായിരുന്നു. പോകുന്ന വഴിക്ക് ബ്ലോക്കൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് സന്തോഷിച്ചിരിക്കുകയായിരുന്നു. എന്തായാലും ആ സന്തോഷത്തിന് ഒരു പരിഹാരമായി. പെട്ടെന്ന് തന്നെ ബ്ലോക്കും വന്നു. പിന്നെ ഒരു 10 മിനിറ്റ് ആ ബ്ലോക്കിൽ കിടപ്പായിരുന്നു. പിന്നെ നാട്ടിലെ ഓർമ്മകളും പിന്നെ അവൻ്റെ കുട്ടിക്കാലത്തുള്ള ചില കഥകളും എല്ലാം പറഞ്ഞ് അതെല്ലാം കേട്ട് നമ്മൾ അടിച്ചു പൊളിച്ച് പോവായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ചു ദൂരം പോയിക്കൊണ്ടിരിക്കുന്നപ്പോൾ തന്നെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തി. ഹോട്ടലിൽ കയറി ചോദിച്ചാലോ, അവർക്ക് ഇംഗ്ലീഷ് അറിയാലോ. എന്തെങ്കിലും കഴിക്കണോ? വേണ്ട, നമുക്ക് എന്തായാലും കാര്യം നടക്കട്ടെ. ആദ്യം എവിടെയാണ് ഇറങ്ങണേന്ന് നോക്കാം. എവിടെയാണ് പിക്കപ്പ് എവിടെയാണെന്ന് നോക്കാം, എന്നിട്ട് ബാക്കി എന്തൊന്നും നോക്കി എഴുതി. അങ്ങനെ പിക്കപ്പ് എവിടെയാണെന്നൊക്കെ നോക്കി സ്ഥലമൊക്കെ മനസ്സിലാക്കിയിട്ട് രാത്രി വെറുതെ പട്ടിണി ഇരിക്കണ്ടല്ലോ എന്ന് കരുതി അവന് ലൈറ്റായിട്ട് ഫുഡ് എന്തെങ്കിലും കഴിക്കാന്ന് പറഞ്ഞ് ഒരു ചെറിയ റെസ്റ്റോറൻറ്റിൽ കയറി 2 ദോശയും ഒരു വടയും ഒക്കെ കഴിച്ച് പിന്നെ പിക്കപ്പ് നമ്മൾ എവിടെയാണോ നോക്കി അവിടെ തന്നെ വന്ന് കുറേ നേരമായിട്ട് അവൻ്റെ ബസ്സൊന്നും കാണാത്തോണ്ട് പയ്യെ ആശാന് നല്ല ടെൻഷനായി തുടങ്ങി. അങ്ങനെ ഓരോന്നും പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ച് ഒരു 10-15 മിനിറ്റ് പിന്നെയും വെയിറ്റ് ചെയ്ത് ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അവൻ്റെ ബസ് വന്നു. അങ്ങനെ അവന് ബസ് വന്നിട്ട് അവൻ്റെ ചെറിയ ഫോർമാലിറ്റീസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അവൻ അങ്ങനെ ബസ്സിലോട്ട് കയറി. പിന്നെ ഞാനും അവിടെ കുറേ നേരം നിന്നില്ല. ഞാൻ റൂമിലോട്ട് പോയി. ഇവിടുന്ന് തിരിച്ചു പോകാൻ ഏകദേശം 5 കിലോമീറ്റർ ഉള്ളത് കൊണ്ട് തന്നെ മെട്രോ പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ മെട്രോയിൽ ചെന്ന് ഒരു ടിക്കറ്റും എടുത്തിട്ട് മെട്രോയിലേക്ക് കയറാം. അങ്ങനെ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ മെട്രോയിൽ വന്നു. പിന്നെ മെട്രോയിൽ കയറി. ഇപ്പം നിങ്ങൾ കരുതും അങ്ങോട്ടും മെട്രോയിൽ പോയാൽ പോരെയായിരുന്നോ? പക്ഷേ അങ്ങനെ വിചാരിച്ചിരുന്നേ, അങ്ങോട്ടും മെട്രോയിൽ പോകാമെന്ന് കരുതിയിരുന്നേ. പക്ഷേ അവന് കുറച്ച് ലഗേജും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് മെട്രോയിൽ പോകണ്ട, നമുക്ക് വണ്ടിയിൽ തന്നെ പോവാം, ഒരു ഊബർ എന്തെങ്കിലും പിടിക്കാൻ നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മെട്രോയിൽ കയറി ഞാൻ ഹൂഡി റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 500 മീറ്റർ മാത്രമേ ഉള്ളൂ എൻ്റെ റൂമിലേക്ക് എത്താൻ. പിന്നെ എൻ്റെ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.